ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ഗംഗയോടൊപ്പം പുറപ്പെട്ടപ്പോൾ അർച്ചനയും ഗംഗയും പാർവതിയും കൂടി യാത്ര ചെയ്യുന്ന ആ വണ്ടി പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ആവുന്നു. അങ്ങനെ ഗംഗയുടെ വണ്ടിക്ക് എന്തോ സംഭവിച്ചുവെന്ന് അവർ മനസ്സിലാക്കിയതോടെ വേഗം തന്നെ ഗംഗ പുറത്തിറങ്ങി ബോണറ്റ് തുറന്ന് അതിലെന്താ പ്രശ്നമെന്ന് നോക്കി. മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് എന്താ സംഭവം എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ഗംഗ പറഞ്ഞു, എന്തായാലും ഇനി വണ്ടി ഏതെങ്കിലും വർക്ക്ഷോപ്പുകാരനെ കാണിക്കണം. അല്ലാതെ എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നില്ല. വണ്ടി എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. നമ്മളാകെ പെട്ടു എന്ന് വേണം പറയാൻ. ഇനിയിപ്പോ എന്താ ചെയ്യുക? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും വണ്ടി വരുന്നവരെ നമുക്ക് നോക്കാം. അങ്ങനെ മറ്റേതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ ആ വണ്ടിയിൽ കയറി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും ഉടനെ തന്നെ അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചപ്പോൾ പാർവതി പറഞ്ഞു, അതിന് മറ്റൊരു വണ്ടി കണ്ടെത്തി ആ വണ്ടിയിൽ കയറി പോകാനുള്ള സമയമില്ല നമ്മുടെ പക്കൽ. എത്രയും വേഗം തന്നെ നമുക്കവിടെ എത്തിച്ചേരണം. അതിനുള്ള പോംവഴി എന്താണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്നറിയിച്ചു. അപ്പോഴാണ് അർച്ചനാകെ ടെൻഷനോടെ ഇരുവരെയും നോക്കിയപ്പോൾ വേഗം തന്നെ പാർവതി പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് കുറച്ചൊന്ന് നടക്കാം. എന്നാൽ മാത്രമേ അതിനുശേഷം വണ്ടി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ കയറി പോകാമെന്നറിയിച്ചു. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, അതെ, കുറെ ദൂരം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? കുറെ കിലോമീറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത്രയും ദൂരം നമ്മൾ എങ്ങനെ നടന്നു പോകാനാണ് എന്ന് ചോദിച്ചപ്പോൾ പാർവതി പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു ഇടവഴിയുണ്ട്, ചന്തമുക്ക് വഴി. ആ മാർക്കറ്റിലൂടെ കയറി പോയാൽ നമുക്ക് വേഗം തന്നെ മെയിൻ റോഡിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടിയിൽ കയറി നമുക്ക് പോകാം. അതാ എളുപ്പം. ഈ ഒരു ഷോർട്ട് കട്ട് വഴി പോകുന്നതാണ് എന്തുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സഹായമാകുന്നത് എന്നറിയിച്ചു. അത് കേട്ടപ്പോഴേക്കും ഉടനെ പാർവതിയുടെ ആ വാക്കുകൾ കേട്ട് അർച്ചന പറഞ്ഞു, എന്നാ ശരി, നമുക്ക് അതിലെ തന്നെ പോകാം. ഇനി ആലോചിച്ച് നിന്നിട്ട് സമയമില്ല എന്ന് പറഞ്ഞ് അവർ വേഗം 3 പേരും കൂടി ആ ഇടവഴിയിലൂടെ മാർക്കറ്റ് റോഡ് വഴി നേരെ മെയിൻ റോഡിലേക്ക് എത്താനായി അവർ നടന്നു നീങ്ങി. അവരെ വാച്ച് ചെയ്തുകൊണ്ട് അപ്പോഴേക്കും അവരെ ഫോളോ ചെയ്ത് വന്നെത്തിയ മിന്നൽ ബിജുവിന്റെ സംഘത്തിലുള്ളവരിൽ ഒരാൾ വേഗം തന്നെ അവരെ ഏർപ്പാട് ചെയ്ത തലവനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അവർ ഒരാളല്ല, 3 സ്ത്രീകളുണ്ട്. അവർ 3 പേരും കൂടി മാർക്കറ്റ് റോഡ് വഴി വേഗം മെയിൻ റോഡിലേക്ക് എത്താനായി നടന്നു വരുന്നുണ്ട്. അത് കേട്ടതും ഉടൻ തന്നെ ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നീട് 2-3 ബുള്ളറ്റിൽ മിന്നൽ ബിജു പറഞ്ഞ് ഏർപ്പാട് ചെയ്ത ഗുണ്ടാ സംഘത്തിലുള്ളവരെല്ലാവരും കൂടി ആ മാർക്കറ്റിലേക്ക് വന്നെത്തി. അവിടെ പച്ചക്കറിയും മറ്റു സാധനങ്ങളും ഒക്കെ വിൽക്കുന്ന ആ സ്ഥലത്തിന്റെ അരികിലേക്ക് എത്തി അവിടെ അവരുടെ വണ്ടികൾ പാർക്ക് ചെയ്തു. അപ്പോഴാണ് ഇതൊന്നും അറിയാതെ അർച്ചനയും പാർവതിയും ഒപ്പം ഗംഗയും കൂടി നേരെ ആ മാർക്കറ്റിലേക്ക് വന്നെത്തിയത്. അവർ 3 പേരും വേഗം തന്നെ അവിടേക്ക് വരുന്ന വിവരം അറിഞ്ഞ മിന്നൽ ബിജുവിന്റെ കൂട്ടത്തിലുള്ള ഒരുവൻ വേഗം മിന്നൽ ബിജുവിനെ വിളിച്ചു. നീ പറഞ്ഞതുപോലെ അവർ ഇവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ നീ ഒരാളെന്നല്ലേ പറഞ്ഞത്? എന്നാൽ അവർ 3 പെണ്ണുങ്ങളുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എന്നറിയിച്ചതും മിന്നൽ ബിജു പറഞ്ഞു, 3 പേരോ? അത് ചിലപ്പോ അവൾ ആരെങ്കിലും കൂടെ കൂട്ടിയതായിരിക്കാം. എന്നാൽ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ആ അർച്ചന, അവളെ നീ വിട്ടേക്കരുത്. അവളെ അവിടെ പിടിച്ചു നിർത്തണം. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം. എന്തായാലും ബാക്കി 2 പേരെയും നീ ഭയപ്പെടുത്തി ഓടിച്ചു വിട്ടേക്ക് എന്നറിയിച്ചു. അത് കേട്ടതും അയാൾ പറഞ്ഞു, ശരി, ഈ ആന്റണി ഒരു കാര്യമായിട്ട് അത് നടപ്പിലാക്കിയിരിക്കും. നീ പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരുന്നോ. അവരുടെ കാര്യം ഞാൻ ഏറ്റു. 3 പെണ്ണുങ്ങളല്ലേ, നമ്മൾ ധാരാളമാണ് എന്ന് പറഞ്ഞു അവർ 2 പേരും ഉടൻ തന്നെ അർച്ചനയെയും കൂട്ടാളികളെയും പിടികൂടുമെന്ന് അറിയിച്ചു. അപ്പോഴേക്കും മിന്നൽ ബിജുവിന്റെ ഒപ്പമുള്ള ആ സ്ത്രീ അരികിലേക്ക് വന്ന് ചോദിച്ചു, എന്താ ബിജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മിന്നൽ ബിജു പറഞ്ഞു, അർച്ചന സച്ചിയെ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാറിനെ വെല്ലുവിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് സാറ് വിളിച്ച് പറഞ്ഞത്. ഞാൻ അവളെ വാച്ച് ചെയ്യാനായിട്ട് എൻ്റെ ചില സുഹൃത്തുക്കളെ ആന്റണിയും സംഘത്തെയും ഏർപ്പാട് ചെയ്തു. പക്ഷെ ആന്റണി അവളെ നിരീക്ഷിച്ചപ്പോൾ അവളോടൊപ്പം വേറെ 2 സ്ത്രീകൾ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അവർ മാർക്കറ്റ് റോഡ് വഴി ഇവിടേക്ക് വരാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും അവരെ അവിടെ വെച്ച് തന്നെ ആന്റണിയും സംഘവും പിടികൂടിക്കോളും. അർച്ചനയെ പിന്നെ അവർ എന്ത് ചെയ്യണമെന്ന് എന്നെ വിളിച്ച് അന്വേഷിച്ചോളും എന്ന് പറഞ്ഞു. അപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് അവരങ്ങനെ നിൽക്കുമ്പോൾ സ്നേഹയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കൂട്ടുകാരിമാരും ബ്യൂട്ടീഷ്യനും എല്ലാം ചേർന്ന് സ്നേഹ അണിയിച്ചൊരുക്കിയതിനു ശേഷം സ്നേഹയുടെ സൗന്ദര്യം ആസ്വദിച്ചവരെ നിൽക്കുമ്പോൾ എന്നാൽ ഇനി നമുക്ക് ഓരോ സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാവരും അവരുടെ മൊബൈലിൽ സ്നേഹയോടൊപ്പം നിന്ന് ഓരോ സെൽഫി എടുത്തു. സ്നേഹ വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചൊക്കെ നിൽക്കുന്നത് കണ്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ അവന്തിക അവിടേക്ക് എത്തുന്നു. അപ്പോഴാണ് സ്നേഹയുടെ കൂട്ടുകാരിമാരിൽ ഒരാൾ പറഞ്ഞത്, അതെ, എന്തായാലും നിന്നെയും ധനുഷിനെയും കാണാൻ നല്ല ചേർച്ചയുണ്ട്. നിങ്ങൾ നല്ല ജോഡിയാണ് കേട്ടോ എന്നൊക്കെ അഭിപ്രായം പറയുമ്പോൾ അത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ സഹിക്കാനാകാതെ അവന്തിക നേരെ ധനുഷിന്റെ റൂമിലേക്ക് എത്തി. ധനുഷ് ഈ സമയത്ത് കല്യാണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കല്യാണ പയ്യന്റെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ
അവിടേക്ക് എത്തിയ അവന്തികയോട് ധനുഷ് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു, നീ ഇപ്പൊ ചോദിച്ച ഈ ചോദ്യം അതും എന്നോട് തന്നെ എങ്ങനെയുണ്ട് എന്ന്, അതിനുള്ള മറുപടി ഞാൻ പറയണമെന്നുണ്ടെങ്കിലേ ശരിക്കും അതിൻ്റെ മറുപടി ഞാൻ പറയുന്നത് നല്ല കനത്തിലായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ മറുപടി ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം ഈ വേഷത്തിൽ നീ നിന്നിട്ട് എന്നോട് തന്നെ ചോദിക്കണം എങ്ങനെയുണ്ട് എന്ന്. പിന്നെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊന്നാണ്. ഇപ്പോൾ സ്നേഹയും കൂട്ടുകാരിമാരും കൂടി ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. അതെനിക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നീ എനിക്ക് തന്ന ആ വാക്ക് അത് നീ പാലിക്കുമെന്നുള്ള വിശ്വാസം. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് വാക്ക് തന്നിരുന്നല്ലോ. അതിനുവേണ്ടിയാണ് നീ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന്. സ്നേഹ വിവാഹം കഴിക്കുന്നത് പോലും നമ്മുടെ ആ നേട്ടത്തിന് വേണ്ടിയാണെന്ന് നീ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ആ ഒരു നേട്ടം നേരിട്ടും കൊയ്യുന്നതിന് വേണ്ടി നീ എൻ്റെ ഒപ്പം നിൽക്കാമെന്നും അറിയിച്ചു. സ്നേഹ വിവാഹം കഴിച്ചതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഈ കുടുംബത്തെ തകർത്തെറിഞ്ഞ് മറ്റെവിടേക്കെങ്കിലും പോയി സുഖമായി ജീവിക്കുമെന്ന് നീ എനിക്ക് തന്ന വാക്കുണ്ടല്ലോ, അത് നീ പാലിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് എന്റെ മനസ്സൊന്ന് ചാഞ്ചാടി പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് എന്റെ മനസ്സ് ഒരു തീരുമാനത്തിലെത്തിയാൽ പിന്നെ ഈ വിവാഹമൊന്നും ഞാൻ കാര്യമാക്കില്ല. അങ്ങനെയൊന്നും എന്റെ മനസ്സ് വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും ഇനി എനിക്ക് അധിക നേരം ഇതിങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇപ്പം ഒറ്റയൊരു കാര്യം മാത്രമേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടക്കണം, അത് കഴിയണം, അത് മാത്രമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് അരികിലേക്ക് എത്തി പറഞ്ഞു, അവന്തികെ, ചിലരെ നമുക്ക് സ്നേഹിക്കാൻ പ്രേമിക്കാൻ മാത്രമേ കൊള്ളൂ. പക്ഷേ ജീവിതത്തിലേക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങാൻ അത് ഒരിക്കലും ശരിയാകുന്ന കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് ആ പ്രേമത്തെ എത്തിക്കുന്നത് ഒരിക്കലും നല്ല നടപടിയായിരിക്കില്ല. അതുകൊണ്ടാണ് ചിലരെ സ്നേഹിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂന്നും പ്രേമിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നും അവരെ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ധനുഷിനോട് അവന്തി ചോദിച്ചു, അല്ല നീ ഇപ്പൊ പറഞ്ഞത് എന്നെക്കുറിച്ചാണോ അതോ സ്നേഹയെക്കുറിച്ചാണോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് ചോദിച്ചു, ഞാൻ പറഞ്ഞു വന്നത് കേട്ടിട്ട് നിനക്ക് ആരെക്കുറിച്ചാണെന്നാ തോന്നുന്നത്? ഇപ്പോഴും നീ എന്നോട് ഏതു രീതിയും അവിശ്വാസം പ്രകടിപ്പിക്കുകയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അതെ, ഞാൻ നിന്നോട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നിന്റെ മേലുള്ള അവിശ്വാസക്കുറവൊന്നുമല്ല. പക്ഷേ സച്ചിയുടെ കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. സച്ചി ഉടനെ ഒന്നും ഇവിടേക്ക് എത്തില്ലല്ലോ അല്ലേ, സത്യമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു, അതെ, അവൻ മിന്നൽ ബിജുവിന്റെയും സംഘത്തിന്റെയും കയ്യിൽ ലോക്ക്ഡാണ്. കൈയും കാലും എല്ലാം ബന്ധിക്കപ്പെട്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ അവൻ കിടക്കുകയാണ്. ഇവിടുത്തെ വിവാഹ മുഹൂർത്തം കഴിയുമ്പോൾ മാത്രമേ അവനെ അവർ അഴിച്ചുവിടൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും അവന്തിക പറഞ്ഞു, ആണെങ്കിൽ പോലും കുഞ്ഞുനാൾ മുതൽ ഞാനാണ് അവനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അവനെ എനിക്കറിയാം. ഒരു നൂലിലെങ്കിലും രക്ഷപ്പെടാനൊരു സാധ്യത ഉണ്ടായാൽ അവൻ ഉടൻ തന്നെ ഇവിടെ പറന്നെത്തും. അതുകൊണ്ട് അങ്ങനെ അവൻ ഇവിടെ എത്തിച്ചേർന്നാൽ ഈ വിവാഹം പിന്നെ ഒരിക്കലും നടക്കാതെ പോവുകയും ചെയ്യും. അക്കാര്യം നീ ഓർത്തു വെച്ചോണം എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു, അതല്ലാതെ വേറൊരു കാര്യം കൂടി സംഭവിച്ചു. ഇന്നൊരുവൾ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുകയാണ്. മുഹൂർത്തത്തിന് മുമ്പ് സച്ചിയെ തിരിച്ചു കൊണ്ടുവരുമെന്നും ഈ വിവാഹം നടക്കില്ല എന്നുമൊക്കെ അങ്ങനെ വെല്ലുവിളിച്ചിട്ടാണ് ഒരുത്തി ഇവിടെ നിന്ന് പോയിരിക്കുന്നത്, അർച്ചന എന്ന് പറഞ്ഞപ്പോ അത് കേട്ട് അവന്തി ചോദിച്ചു, അവൾ അങ്ങനെ വെല്ലുവിളിച്ച് പോയോ എന്ന് ചോദിച്ചതും, അതെ, അവൾ ആ വെല്ലുവിളി പൂർത്തിയാക്കട്ടെ, അവൾ തിരിച്ചു കൊണ്ടുവരട്ടെ അവളുടെ സച്ചിയേട്ടനെ, എന്നാലല്ലേ അവൾ ദയാനന്ദന്റെ മകളാണെന്ന് പറയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞപ്പോ അത് കേട്ട് അവന്തിക പറഞ്ഞു, അതെ, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സൂക്ഷിക്കുകയും ചെയ്യണം. അവൾ അത്ര നിസ്സാരക്കാരിയാണെന്ന് ആരും കരുതണ്ട. എന്തായാലും ഇനി അഥവാ അവൾ പറഞ്ഞതുപോലെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെന്നതിനെ കുറിച്ചും ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്ന് ധനുഷിനോട് അവന്തിക ഓർമ്മപ്പെടുത്തുമ്പോൾ ധനുഷ് പറഞ്ഞു, ഇനി അർച്ചനയെ ഈ വീട്ടിലേക്ക് ആരും കാണാൻ പോകുന്നില്ല. അർച്ചന ജീവനോടെ ഇവിടേക്ക് വന്നാലല്ലേ സച്ചിയും അർച്ചനയും. സച്ചിയെ രക്ഷിക്കാൻ പോയ അർച്ചന ആ വഴിയിൽ അവസാനിച്ചു. സച്ചിയും ഇല്ലാതായി തീർന്നു. അതാണ് ഇനി വരാൻ പോകുന്ന വാർത്ത. ഈ വീട്ടിലേക്കുള്ള വാർത്തയും അത് തന്നെയായിരിക്കും. സച്ചി ഞാൻ സ്നേഹവിവാഹം കഴിച്ചതിന് ശേഷം ഇവിടേക്ക് വന്നെത്തുമ്പോൾ ആ വരവിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്നെല്ലാം ധനുഷ് അവന്തികയോട് പറഞ്ഞു. അപ്പോഴാണ് അർച്ചനയും പാർവതിയും ഗംഗയും കൂടി നേരെ ആ മാർക്കറ്റ് ജംഗ്ഷനിലേക്കുള്ള ആ മാർക്കറ്റ് റോഡിലേക്ക് എത്തിയത്. മാർക്കറ്റിലൂടെ അവർ പതുക്കെ നടന്നങ്ങ് നീങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ആന്റണിയും സംഘവും വന്നത്. അവർ 3 പേരുടെയും മുന്നിൽ അവർ നിരന്നങ്ങ് നിന്നിട്ട് ചോദിച്ചു, അല്ല എങ്ങോട്ടാ ചേച്ചിമാരെല്ലാം? അപ്പോഴേക്കും അവരെ ആരെയും പരിചയമില്ലാത്തത് കൊണ്ട് നിങ്ങളാരാ, ഞങ്ങൾ എന്തിനാ നിങ്ങളോട് ഞങ്ങൾ എവിടേക്കാ പോകുന്നതെന്ന് പറയേണ്ട ആവശ്യം എന്താ എന്ന് ഗംഗ അന്വേഷിച്ചപ്പോ ഉടനെ ആന്റണി പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് പറയേണ്ടതില്ല. അല്ല, നിങ്ങൾ ആരാണ് അർച്ചന എന്ന് ചോദിച്ചു.
അപ്പോഴേക്കും മൂന്നുപേരും പരസ്പരം ആശങ്കയോടെ നോക്കി. അല്ല, നിങ്ങൾ ആരാണ് അർച്ചനയെങ്കിൽ ആ അർച്ചന മാത്രം ഇവിടെ നിന്നിട്ട് ബാക്കി രണ്ട് ചേച്ചിമാരും മാറിക്കോ, അതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അർച്ചനയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടതും ഉടനെ തന്നെ ഗംഗ ചോദിച്ചു, നിങ്ങൾ ആരാണ് അർച്ചനയെ ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ, അല്ല, നിങ്ങൾ ആരെങ്കിലും അർച്ചന ആരാണെന്ന് പറയുന്നതാണ് നല്ലത്. ഇനി അതല്ല, നിങ്ങൾ മൂന്ന് പേരും കൂടി ഞങ്ങളോട് മറുപടി പറയാൻ തയ്യാറാകുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്കും ചില സമ്മാനങ്ങൾ കിട്ടും, അതും നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് ആന്റണി അറിയിച്ചു. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഞാനാണ് അർച്ചന, എന്താ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എന്ത് പറയാനാണ് എന്ന് ചോദിച്ചപ്പോൾ ആന്റണി പറഞ്ഞു, എന്നാ അർച്ചന മാത്രം ഇവിടെ വന്നിട്ട് രണ്ട് ചേച്ചിമാരും പൊയ്ക്കോ എന്നറിയിച്ചു. അപ്പോഴേക്കും പാർവതി ചോദിച്ചു, അല്ല, അർച്ചനയ്ക്ക് നിങ്ങളെ പരിചയമില്ലല്ലോ, ഉണ്ടോ അർച്ചനെ, മുമ്പ് പരിചയം ഇവരെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, ഇല്ല, എനിക്ക് ഇവരെ ആരെയും കണ്ട് പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, കാണില്ല, കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ വന്നത് അർച്ചനയുടെ ഒരു കാര്യം പറയാനാണ്, ഞങ്ങൾക്ക് അത് സംസാരിക്കണം, അർച്ചനയെ മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, അതിന് നിങ്ങൾ എന്തിനാ അർച്ചനയോട് സംസാരിക്കുന്നത്, സച്ചിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കേൾക്ക പറഞ്ഞാൽ മതി എന്ന് അറിയിച്ചതും, അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങ് പോകാൻ തയ്യാറല്ല അല്ലേ, എന്നാ ഞങ്ങൾ അർച്ചനയെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് ഗുണ്ടകളിൽ ഒരാൾ. അപ്പോഴേക്കും അർച്ചനയെ ആ ഗുണ്ടയിൽ നിന്ന് രക്ഷിക്കാനായി ഗംഗയും പാർവതിയും കൂടി അർച്ചനയെ വലിച്ചു പിടിക്കുമ്പോൾ അർച്ചനയുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് ഗുണ്ട അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് ആ ഗുണ്ടയെ മറ്റൊരാൾ വായുവിലൂടെ പറത്തി വിട്ടത് കണ്ട് അതിശയത്തോടെ അവർ നോക്കിയത്. എന്താണ് അവന് സംഭവിച്ചതെന്ന് ഞെട്ടലോടെ നോക്കുമ്പോൾ അവന്റെ കാലിന് അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ച ആ ഗുണ്ടയുടെ നെഞ്ചിനിട്ട് ഒരു ചവിട്ട് കൊടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് അഞ്ജലി, ആ സുഭദ്ര എന്ന വ്യക്തി. സുഭദ്ര മുന്നിലേക്ക് വന്നതും എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കി. ഇതാരാണെന്ന രീതിയിൽ അങ്ങനെ നോക്കിയപ്പോൾ നീ ആരാടി എന്ന് അന്വേഷിച്ചതും ഉടനെ ആന്റണിയോട് സുഭദ്ര പറഞ്ഞു, ഞാൻ ആരാണെന്നോ, ഞാനാണ് സുഭദ്ര. സ്ത്രീകളുടെ മേൽ എവിടെ അതിക്രമം നടന്നാലും, സ്ത്രീകളെ ബലമായി ആര് കടന്നു പിടിച്ചാലും അവർക്കുള്ള ശിക്ഷ ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അഞ്ജലി ആ ഗുണ്ടകളെ ഓരോരുത്തരെയും പെരുമാറുന്നു. അവരുടെ എല്ലാവരുടെയും പ്രഹരത്തിൽ നിന്ന് അർച്ചനയെയും പാർവതിയെയും ഗംഗയെയും എല്ലാം സുഭദ്ര രക്ഷിച്ചു. അങ്ങനെ അവരെ എല്ലാവരെയും അടിച്ച് തരിപ്പണമാക്കി അവരെല്ലാവരും അവശരായി ആ ഗുണ്ടകൾ നിലത്ത് കിടക്കുന്നത് കണ്ട് സുഭദ്ര എല്ലാവരോടുമായി പറഞ്ഞു, ഇനി ആരുടെ മേലിലും നിന്റെ ഈ കൈകൾ ഉയർന്നു പോകരുത്. ഇനി ഒരാൾ പോലും സ്ത്രീകളെ അപമാനിക്കാനോ സ്ത്രീകളുടെ മേൽ ബലപ്രയോഗം നടത്താനോ ശ്രമിക്കരുത് എന്ന് സുഭദ്ര ഓർമ്മപ്പെടുത്തി. ആന്റണി ആകെ പേടിച്ചു പറിച്ച് നിലത്ത് കിടക്കുമ്പോൾ ആന്റണിയുടെ നെഞ്ചത്ത് ചവിട്ടി വെക്കൊണ്ട് സുഭദ്ര പറഞ്ഞു, ആരാടാ നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആന്റണി ഭയത്തോടെ പറഞ്ഞു, മിന്നൽ ബിജു പറഞ്ഞിട്ടാ ഇതെല്ലാം ചെയ്തത്. ഉടനെ തന്നെ സുഭദ്ര അറിയിച്ചു, അത് ശരി, എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ഇതുപോലെ മറ്റുള്ളവരെ ദ്രോഹിക്കാനായി ശ്രമിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ഇനി മേലാൽ ഇങ്ങനെ ഒരു പ്രവൃത്തി നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാനും ഇനി ഇങ്ങനെ എന്തെങ്കിലും നീ ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടെന്ന് ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുമായിട്ട് നിനക്ക് ഞാനൊരു സമ്മാനം തന്നു വിടുന്നുണ്ട് എന്ന് പറഞ്ഞു സുഭദ്ര ആന്റണിയുടെ ആ വലത് കൈ, ഈ കൈ കൊണ്ടല്ലേ നീ അർച്ചനയെ കടന്നു പിടിച്ചത്, സ്ത്രീകളെ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നത് ഈ കൈകൾ കൊണ്ടല്ലേ, അതുകൊണ്ട് തന്നെ ഈ കൈ തന്നെ ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് സുഭദ്ര ആന്റണിയുടെ ആ വലത് കൈ ചവിട്ടി ഓടിക്കുന്നു. അത് കണ്ടുവന്ന അർച്ചനയും പാർവതിയും ഗംഗയും എല്ലാം ആകെ വിഷമത്തോടെയും അമർഷത്തോടെയും നോക്കി നിൽക്കുമ്പോൾ സുഭദ്ര അവരുടെ രക്ഷകയായി അവിടെ അവതരിച്ചതിന്റെ സന്തോഷത്തിൽ ഒരു സ്ത്രീയെ എവിടെ ആശ്രയമില്ലാതാകുന്നു അവിടെ ഇതുപോലെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള സമാധാനത്തിൽ അവർ പരസ്പരം നോക്കുന്നു.